الله يجزاك خير يا شيخ. يريد الكلمة لمن يشاهدونك الآن بنفس لغته. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യ സഹോദരന്മാർ, മലയാളി സഹോദരന്മാരിലേക്ക് അല്പസമയം സംസാരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ ഈ നാട്ടിലുള്ള ചുറ്റുപാടുകളെ ഉപയോഗപ്പെടുത്തുന്നത് പരമാവധി നമ്മൾ അത് നമുക്ക് ഈ ലോകത്തേക്കും പരലോകത്തേക്കും പ്രയോജനകരമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ആദ്യമായി കൊണ്ട് ഒരല്പസമയം എൻ്റെ അമുസ്ലിം സഹോദരന്മാരോട് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും ദൈവം തമ്പുരാന്റെ സൃഷ്ടികളാണ്. ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ 99.25% ആളുകളും, അതല്ലെങ്കിൽ 100% ആളുകൾ തന്നെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. എല്ലാവരും ദൈവം എന്ന ഒരു തത്വത്തെ അംഗീകരിക്കുന്നു, ദൈവവിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്നു. ഒരു ആപൽഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ദൈവം എന്ന ആ ഒരു സങ്കല്പത്തിലും അല്ലെങ്കിൽ ആ ഒരു സത്യത്തിലും എല്ലാവരും യോജിക്കുന്നുവെങ്കിലും യഥാർത്ഥ ദൈവം ആരാണ് എന്ന വിഷയത്തിലാണ് സാധാരണ നിലക്ക് മനുഷ്യരെല്ലാവരും വിയോജിക്കാറുള്ളത്. എന്നാൽ ഈ ഒരു വിയോജിപ്പിന് കാരണം എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ നമ്മൾ നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ചോ നമ്മളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ വിലയിരുത്താത്തത് കൊണ്ടും സ്വയം ഒരു വിചാരണ നടത്താത്തത് കൊണ്ടുമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച്, നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ച്, നമ്മളുടെ കർമ്മങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ടാണ് നിർവഹിക്കുന്നതെങ്കിൽ തീർച്ചയായും സത്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി, ഒരുപാട് ഗോളങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഇടക്ക് നിൽക്കുന്ന ഈ ഭൂമിയിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനേക അനുഗ്രഹങ്ങൾ, ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നെ വെറുതെ ഉണ്ടായതാണ് എന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. നാം കുടിക്കുന്ന വെള്ളം, നാം ശ്വസിക്കുന്ന വായു, നാം കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, ഇതെല്ലാം നമുക്ക് തന്നവനായ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കുന്നു. ആ സൃഷ്ടാവിനെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ മറ്റു സൃഷ്ടികളിലേക്ക് തങ്ങളുടെ ആരാധനകൾ തിരിച്ചുവിടാൻ മനുഷ്യൻ മടിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായൊരു വസ്തുത. ഇവിടെ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിന് മറ്റുള്ള ആളുകളോട് അല്ലെങ്കിൽ മറ്റു മത സഹോദരന്മാരോട്, മതസ്ഥരോട് പറയുവാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു തന്നവനായ ആ സൃഷ്ടാവായ തമ്പുരാനെ തന്നെ നാം ആരാധിക്കണം എന്നുള്ള കാര്യമാണ്. ഈ ബ്രഹ്മാണ്ഡ പാത്രത്തിന് കീഴെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ ബ്രഹ്മത്തെ, ഈ പരബ്രഹ്മത്തെ, ഈ സൃഷ്ടി പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചുണ്ടാക്കിയ ആ പടച്ച തമ്പുരാനെ, ആ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിനെ മുന്നോട്ട് വെക്കാനുള്ള, പ്രസന്റ് ചെയ്യാനുള്ള പരമപ്രധാനമായ സന്ദേശം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ആ കാര്യം കൃത്യമായി കൊണ്ട് എടുത്തു പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അതായത് മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, മുസ്ലിമീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടല്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജനവിഭാഗത്തെ മാത്രമായി കൊണ്ടല്ല, മുഴുവൻ മനുഷ്യരെയും, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ അഥവാ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം. ആരാണ് ദൈവം? അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. നിങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആരാധിക്കേണ്ടത് അവനെയാണ് എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ധ്വനി. മാത്രമല്ല, നിങ്ങളെ മാത്രമല്ല, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ചുണ്ടാക്കിയവനാണവൻ. അതുകൊണ്ട് തന്നെ ആരാധനക്ക് അർഹൻ അവൻ മാത്രമാണ്. മാത്രമല്ല, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ, അവൻ നിങ്ങൾക്ക് ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്നിരിക്കുന്നു. നമുക്കറിയാം, ഭൂമി ഉരുണ്ടതാണ്, ഗോളാകൃതിയിലുള്ളതാണ്. പക്ഷെ മനുഷ്യന് ജീവിക്കാൻ സൗകര്യപ്രദമായ രൂപത്തിൽ ഈ ഭൂമിയെ പരത്തി തന്നിരിക്കുന്നവനാണവൻ. ആ രൂപത്തിൽ ഇപ്രകാരം പരത്തി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആകാശത്തെ നിങ്ങൾക്ക് മേൽപ്പുരയാക്കി തന്നിരിക്കുന്നു.
എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മനുഷ്യനെ കാത്തുരക്ഷിക്കുന്ന ഒരു മേൽപ്പുരയാണ് ആകാശത്തിലെ അടിത്തട്ട് എന്നുള്ളത് നമുക്കറിയാം. ആ രൂപത്തിൽ ആകാശത്തിൽ മേൽപ്പുരയാക്കി തന്നിരിക്കുന്നു. മാത്രമല്ല വഅൻസല മിനസ്സമാഇ മാഅൻ, ആകാശത്തു നിന്ന് നിങ്ങൾക്ക് അവൻ ജലകണങ്ങളെ, വെള്ളത്തെ ഇറക്കി തന്നിരിക്കുന്നു. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, എന്നിട്ട് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ ഉൽപ്പന്നങ്ങളെയും ഭക്ഷണങ്ങളെയും നിങ്ങൾക്ക് അവന് മുളപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തു തന്നവനായ ആ തമ്പുരാനോട് നിങ്ങൾ സമന്മാരെ കൽപ്പിക്കരുത്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ഈ സത്യം, ഈ വസ്തുത നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ സ്വന്തം കരങ്ങൾ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ, സ്വന്തം കൈകൾ കൊണ്ട് വരഞ്ഞുണ്ടാക്കിയ വിഗ്രഹങ്ങളെയും അതുപോലെ തന്നെ ചിത്രങ്ങളെയും അതുപോലെ പുണ്യപുഷ്പങ്ങളെയും പുണ്യമരങ്ങളെയും പുണ്യമൃഗങ്ങളെയും പുണ്യപക്ഷികളെയും ഒക്കെ ആരാധിക്കുക എന്നുള്ളത് സത്യത്തിൽ അത് ബുദ്ധിക്ക് യോജിക്കാത്തതാണ്, അതുപോലെ തന്നെ മനുഷ്യ പ്രകൃതിക്ക് യോജിക്കാത്തതാണ്. അപ്പൊ ഈ ഒരു സത്യമാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചുണ്ടാക്കിയ, ഈ സൗകര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തന്നവനായ ആ സൃഷ്ടാവായ തമ്പുരാനെയാണ് നമ്മൾ ഒന്നാമതായിട്ട് ആരാധിക്കേണ്ടത്. ഒന്നാമതായിട്ട് നമ്മൾ അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ദൈവത്തിന്റെ, ആ സൃഷ്ടാവായ തമ്പുരാന് അറബി ഭാഷയിൽ വിളിക്കുന്ന പേരാണ് അള്ളാഹു എന്നുള്ളത്. അള്ളാഹു എന്ന ദൈവത്തെ അറിയുക, അത് മനസ്സിലാക്കുക, അതിനെ ഉൾക്കൊള്ളുക, അവനെ വിശ്വസിക്കുകയും അവനെ മാത്രം ആരാധിക്കാൻ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സന്ദേശം. രണ്ടാമതായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, ഈ അള്ളാഹുവിനെ കുറിച്ച്, ഈ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച് മനുഷ്യന്മാർക്ക് അവൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ സ്വീകരിച്ചിരിക്കുന്ന മാർഗം, മനുഷ്യകുലത്തിന്റെ തുടക്കം തൊട്ട് തന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ചില പ്രത്യേകം വ്യക്തികളെ അവൻ തിരഞ്ഞെടുക്കുകയും ആ വ്യക്തികളിലേക്ക് അവന്റെ മാലാഖ വഴി, അവന്റെ സൃഷ്ടിയായ മലക്ക് വഴി ചില സന്ദേശങ്ങൾ നൽകുകയും ആ സന്ദേശങ്ങൾ ഈ പ്രവാചകന്മാരിലേക്ക്, ഈ വ്യക്തികളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ആ വ്യക്തികളിലൂടെ ദൈവത്തിന്റെ സന്ദേശങ്ങൾ, അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ പകർന്നു കൊടുത്ത ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്ത ആ വ്യക്തികൾക്കാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. ആ പ്രവാചകന്മാർ, ആ പ്രൊഫറ്റ്സിലൂടെ ആ പ്രവാചകന്മാരിലൂടെ മനുഷ്യന്മാർക്ക് ലഭിച്ച സന്ദേശങ്ങളാണ് ഇന്ന് വരെയുള്ള മനുഷ്യരിൽ ദൈവവിശ്വാസത്തിന്റെ അംശം നിലനിൽക്കാൻ കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പല മഹാന്മാരായിട്ടുള്ള ആളുകളുണ്ട്. 1.25 ലക്ഷത്തോളം വന്ന പ്രവാചകന്മാരിൽ മഹാന്മാരായ ആ പ്രവാചകന്മാർ, ആദാം എന്ന ആദ്യ മനുഷ്യൻ തൊട്ട് നോഹ എന്ന പ്രവാചകൻ തൊട്ട് അബ്രഹാമും അതുപോലെ ഇസ്മയേലും ഇസ്ഹാഖും, അതിനുശേഷം പ്രധാനപ്പെട്ട പ്രവാചകന്മാർ മോശെ പ്രവാചകൻ, യേശു പ്രവാചകൻ പോലെയുള്ള പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന ഈ സന്ദേശത്തിലൂടെ അവസാനമായി ഇത് പൂർത്തീകരിക്കപ്പെട്ടു അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. 1500 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ജനിച്ച അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിക്കൊണ്ട് ജീവിച്ചു. 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം എന്ന ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ലഭിച്ചു. 53-ാമത്തെ വയസ്സിൽ അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. 63-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. 23 വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് പ്രവാചകത്വ കാലഘട്ടം. ഈ കാലഘട്ടത്തിനടക്ക് അദ്ദേഹത്തിന് ലഭിച്ച, ദൈവത്തിൽ നിന്ന് ലഭിച്ച ദിവ്യ സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങൾ, ആ വെളിപാടുകൾ, അതാണ് ദീനുൽ ഇസ്ലാം എന്ന പേരിൽ നമ്മുടെ മുമ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ കാലഘട്ടത്തിനിടയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ സന്ദേശങ്ങളാണ് വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥത്തിലൂടെ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള വിശുദ്ധ ഖുർആൻ എന്ന ആ വേദഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളുന്നത് ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച സന്ദേശങ്ങളുടെ സമാഹാരമാണ്. ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ഈ പ്രവാചകൻ മുഹമ്മദ് നബിയെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അദ്ദേഹത്തെ പിൻപറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ തന്റെ രക്ഷയ്ക്ക് വേണ്ടി രണ്ടാമതായിക്കൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കാനുള്ളവരാണ്. മരണം എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ മരണത്തിന്റെ ശേഷം നമുക്ക് ഒരു ജീവിതം കൂടെ വരാനുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം, അവിടെയാണ് പലരും അറച്ചു നിൽക്കാറുള്ളത്. മരിച്ചവരാരെങ്കിലും തിരിച്ചു വരുമോ എന്നുള്ള സന്ദേഹമാണ്. ഒന്നാമത്തെ പ്രാവശ്യം നമ്മുടെ ഈ ശരീരവും ഈ മനസ്സും ഈ രൂപത്തിൽ ഉണ്ടാക്കുകയും സംവിധാനിക്കുകയും ചെയ്ത ദൈവം തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പ്രാവശ്യം ആ സൃഷ്ടിപ്പ് പുനരാവർത്തിക്കുക എന്നുള്ളത്
പ്രയാസകരമാണെന്ന് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത് മൂഢത്വമാണ് എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പറയാനുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധനത്തെ, ഒരു വസ്തുവിനെ, ഒരു വ്യക്തിയെ, ഒരു ശരീരത്തെ ഒന്നാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയ ആ സൃഷ്ടാവിന് അത് രണ്ടാം പ്രാവശ്യം ആവർത്തിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും മരണത്തിന്റെ ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ ഈ ശരീരത്തെ ദൈവം തമ്പുരാൻ മണ്ണിൽ നിന്ന് പുനരാവർത്തിച്ചുണ്ടാക്കുകയും നമ്മുടെ ആത്മാവിനെ ഈ ശരീരത്തിലേക്ക് മടക്കപ്പെടുകയും നമ്മൾ പുനഃസൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ പുനർജീവിപ്പിക്കപ്പെട്ടതിന് ശേഷം, പുനഃസൃഷ്ടി നടത്തപ്പെട്ടതിന് ശേഷം നമ്മളുടെ ഈ ദുനിയാവിലെ വിശ്വാസത്തെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും ചോദിക്കപ്പെടുന്ന ഒരു കോടതിയുണ്ട്. ആ കോടതിയിൽ വെച്ച് നമ്മൾ വിചാരണ ചെയ്യും. ആ വിചാരണയ്ക്ക് ശേഷം നമുക്ക് നമ്മളുടെ വിശ്വാസത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രതിഫലം നൽകപ്പെടും. അഥവാ സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും കൈമുതലാക്കിയിട്ടുള്ള ആളുകൾക്ക് അതിനുള്ള പ്രതിഫലമായിക്കൊണ്ട് സ്വർഗം പ്രതിഫലം ചെയ്യും. പടച്ചതമ്പുരാന്റെ ജന്നാത്തുൽ ഫിർദൗസ് അതായിരിക്കും അവനുള്ള പ്രതിഫലം. അതേസമയം ആ സത്യവിശ്വാസം സ്വീകരിക്കാതെ സന്മാർഗ പാതയിലൂടെ ചരിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കാനിരിക്കുന്നത് നരകമാണ്. കത്തിക്കാളുന്ന ആ നരകം, ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ശാശ്വതമായ ജീവിതമാണ് നരകത്തിലുള്ളത്. സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും ജീവിതം ശാശ്വതമാണ്. പക്ഷേ മനസ്സിൽ കൊണ്ട് ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന ആ ലോകമാണ് സ്വർഗലോകം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം കത്തിക്കരിയുന്ന വേദന തിന്നുന്ന ലോകമാണ് നരക ജീവിതം, നരകലോകം എന്ന് പറയുന്നത്. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് മോക്ഷം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആരാണോ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അവനാണ് വിജയിച്ചവൻ. അപ്പൊ നരകമോചനം, സ്വർഗപ്രവേശം, പരലോകമോക്ഷം അതാണ് പരമമായ ലക്ഷ്യം. അതാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ടുന്ന, ഒരു മനുഷ്യന് ലഭിക്കേണ്ടുന്ന അനുഗ്രഹം. അതാണ് യഥാർത്ഥത്തിൽ മോക്ഷം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും മോക്ഷം കാക്ഷിക്കുന്നവരാണ്. എല്ലാവരും മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരും അതിന് താല്പര്യപ്പെടുന്നവരുമാണ്. പക്ഷെ അത് വിലക്ക് വാങ്ങാൻ കിട്ടുന്നതല്ല, പ്രവർത്തനം കൊണ്ട് ലഭിക്കുന്നതാണ്. പണിയെടുക്കാതെ കൂലി ലഭിക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് ഈ വിശ്വാസത്തെ, ഈ ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുക, അത് പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനും വഴികാട്ടിയും അധ്യാപകനുമായി കൊണ്ട് സ്വീകരിക്കുകയും വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിൻപറ്റുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക. അതുപോലെ തന്നെ മരണാനന്തര ജീവിതം എന്നൊരു ജീവിതം നമുക്ക് നേരിടാനുണ്ടെന്ന വിശ്വാസത്തോടെ ആ നാളേക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, അദ്ദുനിയ മസ്റഉൽ ആഖിറ, മസ്റഅത്തുൽ ആഖിറ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ദുനിയാവെന്ന് പറയുന്നത് പരലോകത്തിലേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെ നമ്മൾ കൃഷി ചെയ്താൽ, നല്ല വിത്ത് പാകിയാൽ, നല്ല വെള്ളം കൊടുത്താൽ, നല്ല വളം ചേർത്താൽ നല്ല വിളവ് നമുക്ക് കൊയ്തെടുക്കാം. വിത്ത് മോശമായാൽ, വെള്ളം മോശമായാൽ, വളം മോശമായാൽ നമുക്ക് ലഭിക്കുന്നത് കതിരിന് പകരം പതിരായിരിക്കും എന്നുള്ളത് മറക്കാൻ പാടില്ല. അപ്പൊ ഈ ഒരു ബോധത്തോടെ നമ്മൾ ഇവിടെ ജീവിക്കണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനും സൂചിപ്പിക്കാനുമുള്ളത്. അതോടൊപ്പം തന്നെ എന്റെ മുസ്ലിം സഹോദരന്മാരോട് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ മുസ്ലിം സഹോദരന്മാരോട് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ അനേകം ആയിരക്കണക്കിന് അമുസ്ലിം സഹോദരന്മാർ നമ്മുടെ കൂടെ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് അറിയാതെ, മതം എന്താണെന്ന് അറിയാതെ ജീവിക്കുന്ന അവർക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. എന്താണോ നമുക്ക് കഴിയുന്നത് അത്രയെങ്കിലും നമ്മൾ ചെയ്യുക. നമ്മൾ മനസ്സിലാക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു കാസറ്റ് കൊണ്ടുപോയി കൊടുക്കാൻ സാധിച്ചാൽ അത് നമ്മൾ കൊടുക്കുക. ഒരു ലഘുലേഖ കൊടുക്കാൻ സാധിച്ചാൽ, ഒരു ബുക്ക്ലെറ്റ് കൊടുക്കാൻ സാധിച്ചാൽ, ഒരു പുസ്തകം കൊടുക്കാൻ സാധിച്ചാൽ നമ്മളത് കൊടുക്കുക. ആ രൂപത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ഇപ്പൊ നേരത്തെ ഇദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൊബൈലിന്റെ മെസ്സേജിലൂടെയെങ്കിലും ഇമെയിലിലൂടെ ആണെങ്കിലും ഏത് രൂപത്തിലാണ് നമുക്ക് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നത് വെച്ചാൽ അത് മുസ്ലിം സഹോദരന്മാർ നോൺ മുസ്ലിം സഹോദരന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ പല സ്ഥലങ്ങളിലും പരിമിതമായി കൊണ്ട് ഒതുങ്ങിക്കൂടിക്കൊണ്ട് കഴിയുന്ന ആളുകളെ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണെന്ന് മറക്കാതിരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുകയും അങ്ങനെ വിജയം വരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാമും ഉൾപ്പെടണം. അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരെ, ഈ സന്ദേശം എത്തിയിട്ടില്ലാത്ത സഹോദരന്മാരെ അവരെ ഇങ്ങോട്ട് നമ്മൾ വിളിച്ചു കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മോടൊപ്പം അവരെയും പങ്കുചേർക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുക. പടച്ച തമ്പുരാൻ നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ, നമ്മളിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.